കൊള്ളാ സൂപ്പർ അടിക്കുവാ. റബ്ബർ ഷീറ്റ്. അവിടെ യക്ഷിയുണ്ട്, ആ മരത്തിലൊരാണിയുണ്ട്, അത് പറിച്ചെടുത്ത അതിനകത്തുനിന്ന് എന്നാ പാൽമര യക്ഷി വരും. അല്ല ഇത് ജാതി മരം തോന്നുന്നു, ജാതി യക്ഷി വരും. അല്ല കാ കണ്ടു, ഞാൻ ആ കാ കണ്ടു പറഞ്ഞ പിന്നെ എന്നാ മരം ഇപ്പം എനിക്കറിയാം. ജാതിയാ ബെറ്റർ. അക്കുരി കണ്ടിട്ട് എനിക്ക് ജാതിയായിട്ടേ തോന്നി, അവൾക്ക് കടച്ചക്ക മരം തോന്നി. ഓ പാവം മരം നോക്കടി ചതലടിച്ച്. ഇതാ ഒരു പേയ് എനിക്ക് ഓടണം. ബാക്ക് ടു ചൈൽഡ്ഹുഡ്. വാവ് പേയ്. വാ ഇങ്ങനെ തന്നെ ഒരു 5-6 മണിക്കൂർ ഓടിക്കും, വെറുതെ അല്ല കേട്ടോ. പണ്ടൊന്നും നമുക്ക് ഫോണിൻ്റെ ആവശ്യമില്ലാത്ത. വാ ഞാൻ മിക്കറും പറഞ്ഞു മതി. അതേ ഫോണും കൂടെ ഇരിക്കുന്ന കേട്ടോ. ഞാൻ പോകുന്ന ആ മതി. ആഹാ സ്റ്റോപ്പ്. അമ്മച്ചി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പേയ് ആടുന്നത് കാണാം. പേയ് ജോക്കി പേയ്കൾ എടുക്കുന്ന ഷൂട്ട് അനുപമ നമുക്ക്. ഞാൻ ഇതിലെ കൂടെ പോകാം, നീ ഇങ്ങോട്ടേക്ക് അപ്പം ഇറങ്ങണം. ഊഞ്ഞാലും മാതിരി വരാവുള്ളൂ, പേയ് മാതിരി. നീ വാനിഷായി കാണിക്കാം. മീൻസ് നീ ഇവിടെ ആടണം, ഞാൻ ഇതിലേ വരും. ഈ മരം കഴിഞ്ഞിട്ട് ഇത് വരുമ്പോഴത്തേക്കും ഊഞ്ഞാലും മാത്രമേ കാണാവുള്ളൂ, നീനെ കാണരുത്. ഓക്കെ ഓക്കെ വന്നു. കൊള്ളാ സൂപ്പർ അടിക്കോ. ഇത് യശി തന്നെ മതി, എനിക്ക് ഇത്ര പറ്റത്തുള്ളൂ. വാ അങ്ങോട്ടൊക്കെ പോകാലോ അല്ലേ? ഫിംഗർ ക്രോസോ യഷിയല്ല. ഓ പോകുന്നുണ്ടല്ലേ, സമാധാനമായി. വി ആർ ഗോയിങ് ടു എ ഫോറസ്റ്റ് ഹൈക്കിങ്. വേണ്ട അവിടെ ഊഞ്ഞാലുണ്ട്. ഉണ്ട് വിജനമായ സ്ഥലം. ഉണ്ട് അവിടെ ഏതാണ്ട് പൂജയൊക്കെ ചെയ്യുന്നു. പൂജ വള്ളിയൊക്കെ ഇട്ടേക്കുന്നുണ്ടോ? ഒരു കാള, അത് അറുക്കാനായിരിക്കും അവിടെ ഇട്ടേക്കുന്നത്. വലിയ ഉടുക്കാനുള്ള കാളാൻ്റെ അമ്മ. അത് പോത്തല്ലേ? ഞങ്ങൾ അഭിനയം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ലല്ലോ. ശർമ്മ മറ്റേ ഹിന്ദുസ്ഥാൻ റഷ്യ ഹിന്ദിക്കാർ ഇത് കണ്ടിട്ടില്ലേ? ഈ സാധനം കഴുത്തി കുടുങ്ങി അയച്ചാലും പേടിക്കൊന്നും ഇല്ല. മുടി മുഖത്തേക്ക് ഇട്ട മുഖം കാണും നന്നായിട്ട്. സോ നൈസ്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ. പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ അല്ലേ? കപ്പിൾസ് ഒക്കെ ഉണ്ടോ? ഡിസ്റ്റർബൻസ് ആവുമോ? ഏയ് അതെനിക്ക് എന്ത്
അതേത് കുയില? അതാ പന്നക്കുയില. ആരും ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി ശരിക്കും തണലോരം കേട്ടോ ഗൈസ്, ശരിക്കും നല്ല തണലുണ്ട്. ഇവിടെ ആരാണ്ടൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ ഇവിടെ ആരൊക്കെ ഉണ്ട്. തണലോരം അത് മീൻ പിടിക്കാം നമ്മുടെ അറിയാം. അതിനെന്താ പറയുന്നത്? ബാംബു ബാംബു സ്പ്രൗട്ട്. സ്പ്രൈറ്റ് കുടിക്കുന്നേ ഇതുകൊണ്ടല്ലേ ചൂരലുണ്ടാക്കുന്നേ അല്ലേ? ആണ്ടതെ, ഈ സാധനം കൊണ്ട് ചൂരലുണ്ടാക്കുന്നത്. ഗായ്സ്, നിങ്ങൾ ചൂരലടി ഇട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇട്ടിട്ടുണ്ട്. ആ സിസ്റ്ററിൻ്റെ പേരെന്നാ? ആ ഷർമി ഇവിടെ നിന്നൊക്കെ വലിച്ചു പറഞ്ഞ പൈസ കൊടുക്കണേ. തണലത്തോ? നിനക്ക് തണലോരത്തിൽ വന്നിട്ട് ആവി എടുക്കുന്നു. വെള്ള സാധനമോ? ആ അതിവിടെ ഉണ്ടോ? ഞാനിവിടെ തലകറങ്ങി വീണ അനുഭവം എന്നാ ചെയ്യും? ഞാനിവിടെ ഇട്ടിട്ട് ഓടും. നമ്പിയെ നമ്പാതെ. യാ കറക്റ്റ്. നമ്പിയെ പോലെ ആ റൂമില്ലേ ഗായ്സ്. അതൊക്കെ അത് വീടിൻ്റെ മുറ്റം തുണിയൊക്കെ വിരിച്ചിട്ടേക്കുന്നത്. അത് തണലോരത്തിൻ്റെ ഭാഗം. അതെ, ഇവിടെ മുട്ടാൻ വെയിലാണ്. അവിടെ ഇറങ്ങാമോ ഷർമിപ്പ? ഇതൊക്കെ സ്റ്റെപ്പൊക്കെ കൊടുത്തേക്കെന്ന് തോന്നുന്നു. അങ്ങോട്ടേക്ക് പോകണ്ട, ഇച്ചിരി ഡേഞ്ചറസ് പ്ലേസ് ആണ്. കണക്കണ്ടു ആ ഒരു പോത്തുംകുട്ടി നമ്മൾ വെയിറ്റ് ചെയ്തത്. അത് പോത്താണ് പശുവാണ്. ഇത് പശുവല്ലേ? അല്ലേ പോത്താണ് പശുവാ. ശരി, നോക്കാതെ എവിടെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ബ്രാഞ്ചിലൊക്കെ നമ്മൾ ഇലയെ പ്രതീക്ഷിക്കുന്നിടത്ത് ഇവിടെ തുണിയും പ്ലാസ്റ്റിക്കും. വെള്ളത്തിൽ നിങ്ങൾ മീനെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ വേണ്ടരുത്, അവിടെ പ്ലാസ്റ്റിക്. മസ്റ്റ് ബൈ അല്ല, മസ്റ്റ് കം. കുളിരോലും പൂത്തെന്നലെ നമ്മളെല്ലാം പോകുന്ന ഡൗട്ടുണ്ട്. ഇത് ഞാനിടും. തള്ള ഭയങ്കര ഉപദ്രവമാണ് ഗൈസ്. പ്ലേസ് ഉറപ്പിച്ചാലോ? പേരെന്നാ? പിന്നെ വീഡിയോ എടുക്കാം. പായ മറ്റേ തറ കിടക്കുന്നല്ലേ? തറ കിടക്കുന്ന അല്ല, ആകാശത്തിൽ കൂടെ പറക്കും. അത്ഭുത വിളക്ക്. നമ്മൾക്കുണ്ട് ഫാമിലി അല്ല. സ്മൈൽ. അടി കൊടുക്കാം. സോ നൈസ്. ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ കാണണ്ട. ബൈ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയില്ലേ. ഇപ്പൊ പറയാം. സോ നമ്മള് വോയിസ് ഓവർ ചെയ്തത് എടുത്തില്ലല്ലോ. സോ നമ്മൾ തണലോട്ടത്ത് പോയിട്ട് കുറെ തണലൊക്കെ കൊണ്ട് വീട്ടിലോട്ട് തിരിച്ച് വേറെ തണൽ പോകാൻ പോവാം. എനിക്ക് ദാഹിക്കുന്നു, വേഗം പോ. She's doing her nails.
പഴയ നെയിൽ പോളിഷ്. നെയിൽ ഇടാൻ അറിയാം, പോളിഷ് ചെയ്യാൻ അറിയാവോ? നമ്മൾ എപ്പോഴല്ലോ പഠിക്കും. നിന്റെ കൈ ഞാൻ നന്നായിട്ട് കൊടുക്കാം. കണ്ടോ ഗൈസ്, ഇട്ട് വെച്ചേക്കുന്ന കണ്ടോ, ഇട്ട് കുളവാക്കി. പോളിഷ് ചെയ്യാൻ അറിയാവോ? നമ്മൾ എപ്പോഴല്ലോ പഠിക്കും.